അപ്പോൾ സൂപ്പർമാൻ കാണാൻ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള റീസൺ ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഈ പട്ടിക്കുട്ടിയാണ് കേട്ടോ. അപ്പം എടുത്തു അങ്ങോട്ട് ഇട്ടു ഒരു പാൻറ്റ്, വാച്ച് എടുത്ത് കൈ കെട്ടി, വാച്ച് കൈ കെട്ടിയതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നുണ്ട്, ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വെപ്രാളപ്പെട്ട് ചോറ് കഴിക്കുന്നുണ്ട്, തൊണ്ടയ്ക്ക് മീൻ മുള്ളു കുടുങ്ങി. വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കിച്ചുമോൻ ഒരു കൊടുത്തു, നേരെ വണ്ടി എടുത്ത് പത്തനാപുരം ആശീർവാദ് തിയേറ്ററിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ പത്തനാപുരം ആശീർവാദ് തിയേറ്ററിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും ലിഫ്റ്റ് കിട്ടില്ല. 4th ഫ്ലോറിലാണ് തിയേറ്റർ ഉള്ളത്. ഒന്നെങ്കിൽ സ്റ്റെയർ എടുക്കണം, അല്ലെങ്കിൽ ലിഫ്റ്റ് എടുക്കണം. ലിഫ്റ്റ് എപ്പോഴും നമുക്ക് കിട്ടില്ല. അപ്പോൾ ലിഫ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാച്ച് എടുത്ത് കൈ കിട്ടിയത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ലിഫ്റ്റ് ഉള്ളത്. നേരെ കയറി 4th ഫ്ലോറിലോട്ട് പോയി ടിക്കറ്റ് എടുത്തു, തിയേറ്ററിനുള്ളിൽ കയറി ലോബി ചെന്നിരുന്നപ്പോഴാണ് മനസ്സിലായത് AC ഓണല്ല. അത് ഇച്ചിരി ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഒരു കണ്ണാടിക്ക് 30 രൂപയാണ് റെൻറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവന്മാരെല്ലാം കൂടെ ആടിത്തുള്ളി വന്നു. എന്നിട്ട് തിയേറ്ററിനകത്തോട്ട് കയറി സിനിമയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. തിയേറ്ററിനകത്തിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ പുറത്ത് മഴ പെയ്യുന്നതിൻ്റെ ആ ഒരു സൗണ്ട് തിയേറ്ററിനകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് പടം തുടങ്ങി. അപ്പം സിനിമ തുടങ്ങുമ്പോൾ സാക്ക് സ്നൈഡറിൻ്റെ സൂപ്പർമാനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സിനിമയാണ് ഈ സൂപ്പർമാൻ. ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി തമാശ പറയുന്ന, ഇച്ചിരി മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്ന, കുറച്ച് ഇമോഷൻസ് ഒക്കെ ഉള്ള പാവപ്പെട്ടൊരു സൂപ്പർമാനാണ്. എനിക്ക് സിനിമ വർക്കായി, കൂടെ വന്നവർക്കും ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് എ ഫൺ വാച്ച്, അങ്ങനെ വേണം പറയാൻ ഈ സിനിമ. പിന്നെ 2 എൻക്രെഡിറ്റ് സീനുണ്ട്, ആദ്യം ഒന്ന്, പിന്നെ ലാസ്റ്റ് ഒന്ന്. അപ്പോൾ അത് മിസ് ചെയ്യല്ലേ കേട്ടോ.